ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ആര്യ. ഇതാണ് പാലക്കാട് സ്പെഷ്യൽ റാവുത്തർ ചിക്കൻ ബിരിയാണി. മറ്റു ബിരിയാണികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ബിരിയാണി. തയ്യാറാക്കുന്ന രീതിയും ടേസ്റ്റും വേറെ ലെവലാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും ചോദിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ്. ഞാനൊരു 20ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3 സവാള, 2 തക്കാളി, പിന്നെ 3 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 1 പിടി മല്ലിയില, പിന്നെ ബിരിയാണി മസാലയുടെ ഹോൾ സ്പൈസസ്. ഒരു പാൻ എടുത്ത് 3 ടേബിൾ സ്പൂൺ നെയ്യ്, 2 സ്പൂൺ ഓയിലും ചേർത്ത് നമുക്ക് ഹോൾ സ്പൈസസ് ഇടാം. അത് പൊട്ടുന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇടാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം. സവാള നല്ലോണം വഴണ്ടി വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പ് ചേർത്താൽ വേഗം വഴണ്ട് കിട്ടും. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. എന്നിട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില അരച്ചതും കുഞ്ഞുള്ളി അരച്ചതും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അടുത്തത് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തും നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാല ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഈ 2 പൊടികൾ മാത്രമാണ് ഈ ബിരിയാണിയിൽ ചേർക്കുന്നത്. അടുത്തത് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്ത് നല്ലോണം ഇളക്കി മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്ന. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കേണ്ടത്. തൈര് ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണം. ഇനി ചിക്കൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കും. ഒരു പാത്രത്തിൽ ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി അതൊന്ന് വറ്റി വരണ വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അരി ചേർക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അരി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി മസാലയെല്ലാം അരിയിൽ പിടിക്കുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിരിക്കുകയാണ്. ഇനി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നല്ലോണം ഇളക്കി ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കും വേണം. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് വറ്റുമ്പോൾ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് വീണ്ടും അടച്ച് സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി റാവുത്തർ സ്പെഷ്യൽ ബിരിയാണി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്യണേ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.